കാ ലം കലം ചീ രാ വ ചീരവ. ആരെ വിളിച്ചത്? ശാസ്ത്രജ്ഞൻ. ആര്? ആ കൈരേഖ ശാസ്ത്രജ്ഞൻ. എന്താ അയാൾക്ക് വേണ്ടത്? അമ്മൂമ്മ എഴുന്നേറ്റേ, എനിക്കിവിടെ അടിച്ചു വരണം. ഇത് എഴുതി തീർന്നിട്ട് ഞാൻ എണീക്കും. പിന്നടിക്ക. ആദ്യം നീ അമ്മൂമ്മക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്ക്. ക്ലാസ്സിൽ പോവാൻ നേരായി. കുളിക്കണേലേ, അമ്മൂമ്മ തന്നെ പോയി വെള്ളം പിടിച്ചോണ്ട് വാ. അച്ഛൻ ഇപ്പൊ വരും. ദോശയ്ക്കുള്ള അരി ഇതുവരെ അരച്ചില്ല. ഇത് മുഴുവൻ പകർത്തി എഴുതാതെ ചെന്നാലുണ്ടല്ലോ, സാക്ഷരത ക്ലാസ്സിലെ മാഷ് ഭയങ്കര കണിച്ചക്കാരൻ അറിഞ്ഞൂടെ നിനക്ക്? അയാള് മനുഷ്യന് തൊലി ഉരിച്ചു കളയും. ഒന്ന് എഴുന്നേക്കമ്മൂമ്മേ. ഓടി ഓടുന്നു. ചീരവ. ശംഭു, ശംഭു, വെള്ളം പിടിച്ചോണ്ട് വരാനായിരിക്കും അല്ലേ? വേഗം വേണം. ധൃതി വെക്കാതെ. സിനിമയ്ക്ക് കാശ് തരാന്നും പറഞ്ഞതിനെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇനി ഒരു തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ വെള്ളം കൊണ്ടുവരും. ഇന്ന് അച്ഛൻ വരുമ്പോ തീർച്ചയായും ഞാൻ വാങ്ങിത്തരാം. ഇത് തന്നെയല്ല ഇന്നലെയും പറഞ്ഞത്. ഇത് അതുപോലെയല്ല. ഒന്ന് ചെല്ലെന്റെ കൂട്ടാ. വേണ്ട വേണ്ട വേണ്ട. ഇനിയും വാക്കുമാറിയാൽ ഒരു കാലത്തും ഒരു സഹായം ഞാൻ ചെയ്യില്ല. നോക്കിക്കോ. ശരി. മിസ്റ്റർ പൊതുവാൾ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താടോ ഇന്ന് ഇത്രയും വൈകിയേ? യുദ്ധം എന്തായി എന്താ? നമ്മൾ വിചാരിച്ചത്ര പോരാ പൊതുവാളെ. അടിയുണ്ട്, തിരിച്ചടിയില്ല. ഓ, എന്തുണ്ട് ചേട്ടാ മെയിൻ ന്യൂസ്? അങ്ങനെ മെയിൻ ആയിട്ട് ന്യൂസ് ഒന്നും ഇല്ല. ഞാനും നോക്കട്ടെ. ഞാൻ നോക്കുന്നുണ്ടല്ലോ. ശല്യങ്ങള്. മോളെ ശ്രീദേവി. കോപ്പി പുസ്തകം കൊണ്ടെന്ന് കാണും അല്ല എന്താ? കോപ്പി പുസ്തകം ഇന്നും നീ കൊണ്ടുവന്നില്ല അല്ലേ? അച്ഛന്റെ കുഴമ്പ് വാങ്ങിച്ചോ മോളെ? ഈ കാവല് പണി എന്ന് വെച്ചാൽ ഒരുതരം നരകം തന്നെയാ. ഓ, കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി മുഴുവൻ കുടിയും ബഹളമായിരുന്നു. മുതലാളി എപ്പോഴാ ഗേറ്റ് കൂടെ പോകാന്നറിയില്ലല്ലോ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്റെ കോപ്പി പുസ്തകത്തിന്റെ കാര്യം എന്താ എന്താ? നീ ആ കയ്യിലിങ്ങനെ എടുത്തേ. അത് അലക്കില്ല അച്ഛാ. വൈകിട്ട് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. എന്താ നിന്നോടാ ചോദിച്ചത് എന്റെ കോപ്പി പുസ്തകം? കോപ്പി പുസ്തകം കോപ്പി എഴുതി പഠിച്ച അമ്മ ഇപ്പൊ കളക്ടർ ആവാൻ പോവല്ലേ? കോപ്പി എഴുതാതെ ചെന്നാ മാഷ് ചീത്ത വിളിക്കാൻ എന്താ? അതുകൊണ്ടല്ലേ. ആ പെണ്ണിനെ കോളേജിൽ അയക്കാൻ പറ്റാത്ത വിഷമത്തിലാ ഞാൻ. അപ്പോഴാ 70 കഴിഞ്ഞ അമ്മയുടെ കോപ്പി എഴുത്ത്. 100% സാക്ഷരത നമ്മുടെ ജില്ലക്ക് നേട്ടാ മോനെ. ഇല്ലെങ്കിൽ ജില്ല അമ്മയെ പിടിച്ച് വിഴുങ്ങോ? എന്തൊരു ശല്യാടാ അത്. ഈ രാമായണവും മഹാഭാരതവും ഒന്നും വെറും കെട്ടുകഥകളല്ല. രാവണൻ ഒരു അസ്ത്രം ഇങ്ങോട്ട് അയക്കുന്നു, ശ്രീരാമൻ മറ്റൊരു അസ്ത്രം കൊണ്ട് തന്നെ തടുക്കുന്നു. ഒന്ന് അഗ്നിയെങ്കിൽ മറ്റത് ജലം. ഇതല്ലേ സ്കഡും പാറ്റിയിടും. നമ്മുടെ പുരാണങ്ങളിൽ പറയാത്ത ഒരൊറ്റ ആയുധവും ഇന്ന് വരെ ഒരുത്തിനുണ്ടാക്കിയിട്ടില്ല. ഈ നാപ്പാൻ ബോംബെന്ന് പറഞ്ഞ സാധനം എന്താണാവോ? അത് ഒരു പ്രത്യേകതരം ബോംബ. എന്താണ് പ്രത്യേകത എന്നാ ചോദിച്ചേ? അതായത് മറ്റുള്ള ബോംബിന്റെ അത്ര വലിപ്പം ഈ ബോംബിനില്ല. എന്നാ പിന്നെ ചെറിയ ബോംബെന്ന് വിളിച്ചാ പോരെ? മതി. എന്നാലും ഒരു ബോംബാവുമ്പോ അതിനൊരു പേര് വേണ്ടേ? അതാണ് നാപ്പാം. ഇപ്പൊ മനസ്സിലായോ? വിഡിത്തം പറയാതെ പൊതുവാളെ. വായിച്ചു കഴിഞ്ഞോ? അനന്തേട്ടാ, നിങ്ങൾ പട്ടാളത്തിലായിരുന്നല്ലോ. ഈ നാപ്പാൻ ബോംബിന്റെ പ്രത്യേകത എന്താ? നാപ്പാം അല്ലേ? ഈ നാപ്പാം ബോംബ് ഞാൻ അത്ര ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കേ? ബോംബെന്താ മേത്ത് വെക്കുന്ന സോപ്പാ ദിവസേന ഉപയോഗിക്കാൻ? സോപ്പ് പോലെ തന്നെ ഒരു പട്ടാളക്കാരന് ബോംബും. പക്ഷേ സോപ്പ് കുളിക്കുമ്പോഴേ വേണ്ടൂ. ഈ ബോംബുണ്ടല്ലോ, ഊണിലും ഉറക്കത്തിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ശത്രുവിന്റെ ഒരു അനക്കം കേട്ടാലുടൻ ഞങ്ങൾ ബോംബെടുത്ത് ഒറ്റേറാ. അച്ഛാ ചായ കൊടുക്കുമോളെ. അച്ഛൻ ബോംബറിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. പ്രൊഫസർ രംഗൂൺവാലയുടെ വീട് ഏതാ? ഒരു മജിഷ്യൻ ഉണ്ടല്ലോ. ബുക്കിങ്ങിനാണോ? ഞങ്ങളുടെ സ്കൂളിൽ. അയാളിപ്പോ പരിപാടിക്കൊന്നും പോവാറില്ലല്ലോ. 2 മാസം മുമ്പ് ഒരു സ്ഥലത്ത് പോയി തല്ലി കിട്ടിയ പിന്നെ എങ്ങും പോയിട്ടില്ല. ഓഹോ, ഇതാര് പറഞ്ഞു? നീ ഒന്ന് അപ്പുറത്ത് പോയി. നേരെ അച്ഛാ. മാജിക് എന്നും പറഞ്ഞ എന്തൊക്കെയോ അബദ്ധങ്ങൾ കാണിച്ചു അത്ര. നിന്നോട് പോകാനാ പറഞ്ഞത്. ബഹുമിടുക്കുന്ന കേട്ടോ പ്രൊഫസർ. അവള് വിവരക്കേട്ടോണ്ട് പറഞ്ഞതാ. ശംഭു, നീ ആ പ്രൊഫസർ വീട് കാണിച്ചു കൊടുത്തേ. ശ്രീദേവി. മായാവിക്ക് നല്ലൊരു പരിപാടി കിട്ടിയല്ല എന്താ? പാവം പട്ടിണിയാ. ഇന്നലെ ഉച്ചയ്ക്ക് എന്നോട് 5 രൂപ കടം ചോദിച്ചു. എന്റെ അപ്പം 3 രൂപ ഉണ്ടായിരുന്നുള്ളൂ. എടി ശ്രീദേവി, വല്ല ബോധമുണ്ടോ നിനക്ക്? അയാൾക്ക് മായാജാലം അറിയോ ഇല്ലയോ എന്നുള്ള അല്ല പ്രശ്നം. മിലിറ്ററി എന്ന് റിട്ടയർ ചെയ്യുമ്പോൾ കിട്ടിയ പണം മുഴുവൻ അരിച്ചു പറക്കിട്ടാ ഞാൻ ആ വീട് വാങ്ങിച്ചത്. അവനിപ്പോ വാടക എന്നിട്ട് മാസത്രയായി. അവന് വല്ലതും കിട്ടുന്ന തടയേണ്ട കാര്യം എന്താ നിനക്ക്?
ഇവിടെ എന്താ ചെയ്തേ? നീ ആ പായ വിരിച്ച ഞാൻ ഇപ്പൊ വീഴും. എന്താ ഉണ്ടായത്? ആകാശം ഇടിഞ്ഞു വീണു. ഏ രംഗുഞ്ചേട്ടാ, 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 പേടിക്കണ്ട, കടക്കാരൊന്നുമില്ല, വാതിലോർക്ക്. ഇവിടെ പലയിടത്തുനിന്നും കടം വാങ്ങിച്ചിട്ടുണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തുറക്കില്ല. പ്രൊഫസർ ഇത് ഞാനാ, MHS വാസവ മാഷാ. മാഷ വരൂ വരൂ. ഇല്ല, ഞാൻ കേറുന്നില്ല. റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ ഒരു മാജിക് ഷോ നടത്തിക്കൊള്ളാൻ ഹെഡ് മാസ്റ്റർ സമ്മതിച്ചിരിക്കുക. റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാൽ ജനുവരി 26. അല്ല അതറിയാം. അന്ന് എനിക്ക് വേറെന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ആലോചിക്കുക. 20, 21, 22, 23, 24, 25 പരിപാടിയുണ്ട്. 27, 28, 29 ഉണ്ട്. 26-നില്ല. മാഷ ഭാഗ്യം. വേറെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇല്ല, 26-നില്ല. 3 മാസം മുമ്പ് ഒരു പരിപാടി കിട്ടിയതറിയാം. അതിനുശേഷം ഈ പടിയിറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്റെ പരിപാടിയൊക്കെ നീയാണോ നിശ്ചയിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ നിരന്തരമായി എന്നോട് വന്ന് പറയാറുള്ളത് കൊണ്ടാ ഒരു സഹായം ചെയ്യാമെന്ന് കരുതിയത്. മാഷ വരൂ. നീ ഇവിടെ നില്ല്, ഞങ്ങൾക്ക് ഇത്തിരി സ്വകാര്യം പറയാനുണ്ട്. ആ ചെറുക്കൻ ഇത്തിരി പഴയാ. അപ്പോ തുക എന്ത് കിട്ടും? അന്ന് പറഞ്ഞ വാനിഷൻ ബൂട്ടി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? പെൺകുട്ടിയെ പെട്ടി കിടത്തി അപ്രത്യക്ഷയാക്കുന്ന വിദ്യ. ഉണ്ട്. പെൺകുട്ടി ആൺകുട്ടിയെ അപ്രത്യക്ഷാക്കിയ പോരെ? പോരാ, ഹൈസ്കൂളല്ലേ പ്രൊഫസറെ. സുന്ദരിയായ ഒരു പെണ്ണുകൂടി ഉണ്ടാവുമ്പോഴേ ആമ്പിള്ളാരെ ബഹളം വയ്ക്കാതെയും കൂവാതെ ഇരിക്കുള്ളൂ. എന്നാലേ അവന്മാര് കാശും തരൂ. അല്ല, അത് നിങ്ങൾ അങ്ങനെയല്ലേ അന്ന് പറഞ്ഞത്? അതെ, അത് നമുക്ക് ശരിയാക്കാം. അപ്പൊ തുക വലിയൊരു തുകയൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും ഒരു 2500 രൂപ. 2500 കൂടി വന്നാൽ ഒരു 300. പിള്ളേരുടെ ഇന്ന് പിരിച്ചെടുക്കണ്ടേ പ്രൊഫസറെ? അയ്യോ, അതുപോരാ. പോരെങ്കിൽ പരിപാടി വേണ്ടെന്ന് വെക്കാം. അല്ല, അതല്ല. ശരി, 300. മാഷ ആദ്യമായിട്ട് ഒരു പരിപാടിക്ക് വിളിച്ചിട്ട്. അപ്പോ അഡ്വാൻസ് എന്തെങ്കിലും ഇപ്പൊ തരുന്നുണ്ടോ? ഞാനിപ്പോ കാശൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല, വേണമെന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ, സമയമായി. ബുക്ക് ചെയ്യാൻ വരുന്നവരുടെ മുമ്പിൽ വെച്ചാണോ 3 മാസം മുമ്പാണ് ഇയാൾക്ക് ആകെ ഒരു പരിപാടി കിട്ടിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാ? നിങ്ങളുടെ തിരക്ക് കണ്ടിട്ട് അയാൾ പോയേനെ. അതാ ഞാൻ സത്യം പറഞ്ഞത്. പട്ടിണി കിടന്നാലും നമ്മൾ നമ്മളെ വെയിറ്റ് കളയാൻ പാടില്ല. ആ ശ്രീദേവി ചേച്ചി മാഷോട് പറഞ്ഞു രംഗൂൻ ചേട്ടന് മാജിക് ഒന്നും അറിയില്ലെന്ന്. ആഹാ, ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. അനന്ത, അമ്മ സ്കൂളിൽ പോവാണ് മോനെ. അനന്ത. ഓ, കേട്ടു. അമ്മ പോയി പഠിച്ച് പാസ്സായിട്ട് വരൂ. മോളെ, അമ്മൂക്ക് ചായ തരൂ. മതി, നേരായി. മോളെ, ഉച്ചൂണ് ഇന്നലത്തെ മരി വൈകിക്കല്ലേ. പഠിച്ച് തളർന്നിട്ട് അമ്മമ്മ വരിക. മോര് വാങ്ങിച്ചേക്കാൻ മറക്കരുതിട്ടാ. മോളെ അമ്മൂമ്മയുടെ അക്ഷരമാല പുസ്തകം കണ്ടോ? ഉവ്വ്. അയ്യോ, എവിടെ? ഞാനെടുത്ത് വിഴുങ്ങി. മോനെ അനന്ത, നീ അമ്മയുടെ അക്ഷരമാല പുസ്തകം കണ്ടാ? കണ്ടു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓർഡർ കണ്ടു. പ്രൊഫസർക്ക് നല്ല കാലം വരാൻ പോണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രേഖ നോക്കി പറഞ്ഞില്ലേ? നോക്കിക്കോ, ഇനി തുരുതുരാ പരിപാടി കിട്ടും. അല്ലേലും ഞാനിവിടെ ഒരുമാതിരി നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുണ്ട്. മാർക്കറ്റിലൊക്കെ പോകുമ്പോ ആളുകൾ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. പ്രൊഫസർ രംഗൂൺ വാല അല്ലേന്ന് പലരും പിടിച്ചു നിർത്തി ചോദിക്കുക. നിങ്ങൾ കണ്ണു കെട്ടി കാർ ഓടിക്കോ പ്രൊഫസറെ? കാറോ ലോറിയോ എന്ത് വേണേലും ഓടിക്കും. ഹൗദിനി എന്ന് പറയുന്ന ലോക പ്രശസ്ത മെജിഷനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങേര് കാണിച്ച മിക്ക നമ്പറും ഞാനും കാണിക്കും. പക്ഷേ സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് പണം വേണം. ഈ കാലിത്തൊപ്പിക്കകത്തുനിന്നേ ജീവനുള്ള മുയലിനെ എടുക്കുന്ന വിദ്യ എങ്ങനെയാണ് പ്രൊഫസറെ? വിദ്യകളൊന്നും അങ്ങനെ പുറത്തു പറയാൻ പാടില്ല. ഞങ്ങൾ മെജിഷ്യന്മാരുടെ ഒരു പ്രതിജ്ഞയാണത്. ഒരിക്കൽ ഉത്സവ പറമ്പിൽ വെച്ചിട്ട് ഒരു മാജിക്കാരൻ ഒരൊറ്റ നോട്ടെ പെട്ടെന്ന് 100 രൂപ ആക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വേണേൽ 500 രൂപയാക്കാം. ശരിക്കുള്ള നോട്ടോ? നല്ല അസല് നോട്ട്. എന്നാ പിന്നെ നിങ്ങൾക്ക് അങ്ങനെ നോട്ട് ഉണ്ടാക്കി കോടീശ്വരനായിക്കൂടെ? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വിധത്തിൽ പറഞ്ഞ മാജിക് ഒരു ദൈവാനുഗ്രഹം വേണ്ട കലയാ. കൃത്രിമം കാണിക്കരുത്. ഇന്ന് ബുക്ക് ചെയ്ത പരിപാടിക്ക് 3000 രൂപ തരാന്ന് പറഞ്ഞിരിക്കുക. പിന്നെന്തിനാണ്? 3000? അതൊരു ഭയങ്കര തുകയാണല്ലോ. പക്ഷെ പരിപാടി കഴിയുമ്പോ പറ്റിക്കുന്നേ, അതാ കുഴപ്പം. ഒന്ന് നിന്നേ. എന്നെ ബുക്ക് ചെയ്യാൻ വന്ന ആളിനോട് എനിക്ക് മാജിക് അറിയില്ലെന്ന് കുട്ടി പറഞ്ഞു. പറഞ്ഞു. ആഹാ, രക്ഷപ്പെട്ടല്ലോ.
മായാവിക്ക് ഒരു പരിപാടി തരപ്പെട്ടു അല്ലേ? ഉവ്വ് ഉവ്വ്. പക്ഷെ ഈ കുട്ടി പറഞ്ഞത് കേട്ട് അയാൾ തിരിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നു സ്ഥിതി? ശരിയാ, അനന്തൻ ഇവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിങ്ങൾക്കൊരു കുന്തം അറിയില്ല, അതുകൊണ്ടാ പറഞ്ഞത്. അറിയാതെയാണോ ഇത്രയും പരിപാടികൾ ഞാൻ നടത്തിയത്? അറിയാമെങ്കിൽ ഒരെണ്ണം കാണിക്കേ. അങ്ങനെ റോട്ടിൽ വെച്ച് കാണിക്കേണ്ട വില കുറഞ്ഞ വിദ്യ അല്ല ഇത്. എന്നാലും ഒരെണ്ണം കാണിക്കും മായാവി. ഇവളൊരു പാഠം പഠിപ്പിക്കും. അയാൾക്കൊന്നും അറിയില്ല മുമ്മേ. അറിയില്ലേ? എന്നാ ഇത് ഇപ്പൊ കാണിച്ചുതരാം. ആരുടെയെങ്കിലും കയ്യിൽ ഒരു കർച്ചീഫ് ഉണ്ടോ? കർച്ചീഫ് വേണ്ട, എന്റെ തന്നെ ഉണ്ട്. കാണിച്ചുതരാം. ശ്രദ്ധിക്കും, ശ്രദ്ധിച്ചു നോക്കൂ. കർച്ചീഫ് സ്റ്റിക്ക്. എന്റെ ഈശ്വര, ഇത് എന്തൊരു മറിമായം! ദേവി മഹാമായേ. ദേവി കുഞ്ഞേ, വാ, സമയായി, നമുക്ക് പോയി എഴുതണ്ടേ? വേഗം നടക്ക്. ഇത് അവിടെ ഒന്ന് പിടിച്ചേ. പെട്ടി റെഡി ആയതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. പെൺകുട്ടിക്ക് നമ്മൾ എവിടെ പോവും? നാടകത്തിലുള്ള വില വരും കിട്ടില്ല. എടാ, അവർക്കൊക്കെ രൂപ എത്ര കൊടുക്കണം? ആകെ 1 മിനിറ്റ് നേരത്തെ പരിപാടിയാ. പെട്ടിക്കകത്ത് കയറുക, അപ്രത്യക്ഷമാവുക. സുന്ദരിയായ ഒരു പെണ്ണിനെ കൊണ്ടുചെല്ലാന്ന് വാക്കും കൊടുത്തു പോയി. ഇത്തിരി പ്രായം കൂടി പോയാൽ കുഴപ്പമുണ്ടോ? കൂടെന്ന് വെച്ചാ എത്ര? മേക്കപ്പ് ചെയ്ത് ചെറുപ്പാക്കാലോ. അതിനാരുണ്ടെന്നാ ചോദിച്ചേ? ശ്രീദേവി ചേച്ചി അമ്മൂമ്മയെ പിടിച്ച് മേക്കപ്പ് ചെയ്യാം. എടാ, മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടാ. 70 കഴിഞ്ഞ് നോക്കുകുത്തിയെ പോലെയുള്ള തള്ളയെ കണ്ട പിള്ളേര് കൂവും. എന്ന ചേട്ടൻ തന്നെ വേഷം കെട്ട്. നിന്റെ അധിക പ്രശ്നം വേണ്ടട്ടാ. പിന്നെ ആരെ കിട്ടാനാ? ശ്രീദേവി ചേച്ചി പോരെന്ന് ചോദിച്ചു പറഞ്ഞ് വേണ്ടാന്ന്. ചേച്ചിക്ക് എന്താ കുഴപ്പം? ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാനും ചേച്ചി തമ്മിൽ വളരെ കുഴപ്പങ്ങളുണ്ട് താനും. അന്നൊരു ദിവസം പെട്ടെന്ന് കുളിക്കാൻ പൈപ്പിന്റെ അടുത്ത് ചെന്നപ്പോ 3 ബക്കറ്റുമായിട്ട് അവള് നിൽക്കുക. മാറ് എന്ന് പറഞ്ഞിട്ട് അനുസരിച്ചില്ല. ഞാൻ ബക്കറ്റ് വലിച്ചൊരു ഏറ് കൊടുത്തു. അതിനുശേഷം എന്നെ കാണുമ്പോ കുത്താൻ വരുന്നൊരു പോത്തിനെ പോലെ അവള്. അതൊക്കെ ചുമ്മാ. ഇനി ഞാനൊരു സത്യം പറയട്ടെ. സത്യമാണെങ്കിൽ പറഞ്ഞാ മതി. സത്യമാണ്. അന്ന് ക്രിസ്മസിന് തലേന്നാള് ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ ചേട്ടൻ എന്നോട് 1 രൂപ കടം ചോദിച്ചില്ലേ? ഉവ്, നീ തന്നില്ലല്ലോ. ഇല്ല, പക്ഷെ ഞാൻ ചോറും കൂട്ടാനും കൊണ്ടു തന്നില്ലേ? ഉവ്. അതാര് തന്നതാ? നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്നാ എന്നോട് പറഞ്ഞത്. പറഞ്ഞത് അങ്ങനെയാ, പക്ഷെ അത് തന്നത് ആരാന്നോ? ശ്രീദേവി ചേച്ചി. ആണോ? ചേച്ചേ, ഞാൻ പട്ടിണിയാണെന്ന് നീ അവളോടും പറഞ്ഞോ? നാണക്കേടായി. ചേച്ചി തന്നെ പറഞ്ഞത് രംഗൂൺവാല അറിയണ്ടെന്ന്. അപ്പൊ പറ, ചേട്ടനോട് ആ കുട്ടിക്ക് ചെറിയൊരു ഇതില്ലേ? ഒരു ഇതുമില്ല, മര്യാദക്ക് പിടിക്കണത്. എന്താ പ്രൊഫസറെ, മാജിക് എല്ലാം നിർത്തി ഇപ്പൊ ശവപ്പെട്ടി ഉണ്ടാക്കാൻ തുടങ്ങിയ? ആ, തുടങ്ങി. ഇനി ഇതീ കിടത്ത തന്നെ പോലുള്ള ഒരു ശവത്തിനും കൂടെ കിട്ടിയാ മതി. നന്നായി, മൂപ്പര് ചമ്മിപ്പോയി. കലാബോധമില്ലാത്ത കൊലപാതകികളായി ഈ ഏരിയ മുഴുവൻ. ഞാൻ ഒഴിച്ചു. അപ്പൊ ഞാൻ ശ്രീദേവി ചേച്ചിയോട് ചെന്ന് ചോദിക്കട്ടെ, വരുമോന്ന്? അവള് വരില്ലടാ. ഒന്ന് ചോദിച്ചു നോക്കുന്നത് എന്താ? എന്നാ നീ ഇത് ചോദിക്ക്. ഒരു പോടാ അവിടുന്ന്. സൗകര്യമില്ലെങ്കിൽ വേണ്ട. അതിന് തല്ലാൻ വരുന്ന എന്തിനാ? നാളെ വെള്ളം കൊണ്ടുവരാൻ വിളിക്കുമല്ലോ, അപ്പൊ കാണിച്ചു തരാം. മടുപ്പതു പടട ലഗാർ അനധരി ചജടു എന്ന് വെച്ചാൽ എന്താ? എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. മലയാളം അല്ലേ? അക്ഷരം മലയാളം തന്നെയാ. ഡാ, ഒന്നിങ്ങ് വന്നേടാ. മോനെ ശമ്പുകൂട്ട, ഇതൊന്ന് വായിച്ചേ. കിട്ടിയതൊക്കെ വായിച്ച് പഠിക്കുന്ന മാഷ് പറഞ്ഞു. വഴിന്ന് കിട്ടിയ പേപ്പറാ. ഓ, വായിച്ചു കുടുങ്ങിപ്പോയി. മടുപതു പടട ലഗാർ അനധരി ചജടു എന്ന് പറഞ്ഞാൽ എന്താ? എവിടെ നോക്കട്ടെ. എന്താ വായിച്ചേ? മടുപതു പടട ലഗാർ അനധരി ചജടു അല്ലേ? 30 പട്ടാളക്കാർ അന്തരിച്ചു എന്നാ പുതിയ ലിപിയാ. അയ്യോ, ഇങ്ങനെയൊക്കെ വായിച്ചു മലയാളത്തെ കൊല്ലല്ലേ അമ്മൂമ്മേ? ആ, അമ്മൂമ്മ ഇങ്ങ് വന്നേ.